ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓട്സ് സ്മൂത്തി. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായി 1/4 കപ്പ് ഓട്സ് എടുക്കാം. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് ഈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇതിലേക്ക് 4 ബദാമും 3 ഈത്തപ്പഴം കൂടെ എടുക്കാം. ഇതിന്റെ കുരു കളഞ്ഞിട്ടെടുക്കാം. ഇനി സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം എടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിച്ച വെള്ളം ഈ ഓട്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓട്സിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യതയെ പ്രതിരോധിക്കാനും ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിനെ അടച്ച് 10 മിനിറ്റത്തേക്ക് മാറ്റിവെക്കാം. ഇനിയും 1 ടീസ്പൂൺ ചിയ സീഡ് എടുക്കാം. ഇതും കുതിരാനായി വെള്ളം ഒഴിച്ച് മാറ്റിവെക്കാം. ഇത് കുതിരാനായി ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം ഒഴിച്ചാൽ മതി. ചിയ സീഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ദഹനം മെച്ചപ്പെടുത്തി മലബന്ധത്തെ അകറ്റുന്നു. ചിയ സീഡിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം സംരക്ഷിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. ഇനി ഈ ചിയ സീഡും കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഓട്സും ചിയ സീഡും കുതിർക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. ചിയ സീഡ് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഓട്സ് കൂടെ നോക്കാം. ഓട്സും കുതിർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഈ ഓട്സ് അടിച്ചെടുത്തതിന് ശേഷം ചിയ സീഡ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പഴം കൂടെ ചേർക്കാം. പഴം ദഹനം മെച്ചപ്പെടുത്താനും ഊർജം നൽകാനും ഹൃദയാരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഇളം ചൂട് പാലൂടെ ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് കൂടെ ചേർക്കാം. ഇനി ഇത് മിക്സായി വരാനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള സ്മൂത്തിയാ. കുറച്ചുകൂടെ പാല് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പഴത്തിന്റെ ഈന്തപ്പഴത്തിന്റെയൊക്കെ ഒരു ചെറിയ മധുരവും കുടിക്കാനാണേലും നല്ല രുചിയുമാ. ഇതൊരു ഗ്ലാസ് രാവിലെ കുടിച്ചാൽ ഉച്ചവരെ വിശപ്പ് എന്താണെന്ന് പോലും അറിയില്ല. പ്രോട്ടീൻ റിച്ച് ആയ വളരെ ഹെൽത്തിയായ ഓട്സ് ബനാന സ്മൂത്തി നിങ്ങളും ഉണ്ടാക്കി ഫീഡ്ബാക്ക് കൂടെ അയക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. താങ്ക്